ദേശീയപാതയിൽ നീണ്ടകര വേട്ടുതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. ഇതോടെ ജനകീയ സമരം അവസാനിപ്പിച്ച് നടത്തിയ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. വേട്ടുതറയിൽ അടിപ്പാത ആവശ്യപ്പെട്ട് 85 ദിവസമായി സംയുക്ത സമരസമിതി ദേശീയപാതയോരത്ത് സമരം നടത്തിവരികയായിരുന്നു. തെക്കുംഭാഗം നീണ്ടകര, തേവലക്കര പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നാട്ടുകാരും വിവിധ സമുദായ സംഘടനകളും മതസംഘടനകളും സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. സംയുക്ത സമരസമിതി ഭാരവാഹികൾ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ NK പ്രേമചന്ദ്രൻ MPക്കൊപ്പം നേരിട്ട് കണ്ട് അടിപ്പാത ആവശ്യം ഉന്നയിച്ചിരുന്നു. സുജിത് വിജയൻപിള്ള MLAക്കൊപ്പം മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് വിഷയം അവതരിപ്പിച്ചു. നീണ്ടകര തെക്കുംഭാഗം വഴി കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് പടപ്പനാൽ വേട്ടുതറ. KSRTCയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലേക്ക് പ്രവേശിക്കുന്ന വേട്ടുതറയിൽ അടിപ്പാത അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനുശേഷമാണ് നമ്മൾ പുതിയൊരു പോയിന്റ് വെച്ചിരുന്നത്. ഞാനൊരു ഗവർണർ പ്രസിഡന്റിലും നേരത്തെ പറഞ്ഞത് ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർബറാണ്. ഇന്ത്യ മഹാനഗരിയിലെ ഏറ്റവും ഒന്നാമത്തെ ഫിഷിംഗ് ഹാർബറാണ് നമ്മുടെ ഹാർബർ. ആ ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട ഒരു തെക്കുവശത്ത് ചെറിയൊരു അടിപ്പാത മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പറ്റിയ കൊടിയ വിവരക്കേടും കൊടിയ അബദ്ധമാണ് എന്ന് ചേർത്ത് പറ്റിയത്. അപ്പൊ അങ്ങനെ വിഷയം കിടക്കുമ്പോഴാണ് പുതിയൊരു അടിപ്പാത ആ വിഷയം കവർ ചെയ്യാൻ വേണ്ടി അവരെ അനുവദിക്കാൻ ആവശ്യമായതിലേക്കുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നത്. ദേശീയപാതയിൽ ജോയിന്റ് ജംഗ്ഷനിൽ നിന്ന് പഴയ ദേശീയപാത വഴി നീണ്ടകര ഹാർബറിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് നിലവിൽ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ സംയുക്ത സമരസമിതിയുടെ പ്രവർത്തനങ്ങൾ അടിപ്പാത പൂർത്തിയാകും വരെ തുടരുമെന്നും സമരം താൽക്കാലികമായാണ് അവസാനിപ്പിച്ചിരിക്കുന്നതെന്നും MP പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടേണ്ട കാര്യമില്ല. ഈ അടിപ്പാത പൂർത്തീകരിക്കുന്നത് വരെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ആക്ഷൻ കൗൺസിലും ജനകീയ സമരവുമാണ് ജനപ്രതിനിധികളെയും കൂടുതൽ ഈ കാര്യത്തിൽ ഔത്സുക്യത്തിൽ കൊണ്ടുവരുന്നത്. ഞാനും മനോഹരമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, വാട്സപ്പിലൊക്കെ കേട്ട തെറി അഭിഷേകത്തിൽ നിന്ന് ഒരു ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, ബാക്കി ഇവിടെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വാട്സപ്പിൽ തെറി വിളിച്ചവരാരും ഒരു ദിവസം പോലും ഈ സമരപ്പന്തലിൽ വന്നിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഞങ്ങളൊക്കെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ഞങ്ങളൊക്കെ കേട്ടത്. പക്ഷെ അവർക്കൊക്കെ അത് പറയാൻ എളുപ്പമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് MP-യും MLAയും ഒന്നും ഇതിന്റെ ആദ്യത്തെ ഇത് കണ്ടില്ലേ? ഇതൊന്നും MP-യുമായിട്ടും MLA-യുമായിട്ടും ചോദിച്ചിട്ടല്ല ഡിസൈനും പ്ലാനും എസ്റ്റിമേറ്റും അലൈൻമെന്റും ഒന്നും തയ്യാറാക്കുന്നത് ജനപ്രതിനിധികളുമായിട്ടൊന്നും ആലോചിച്ചല്ല. നാഷണൽ ഹൈവേയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് ആലോചിക്കും. ഇതൊക്കെ വന്ന് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ്. ചെയർമാൻ തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവ്, ബാജി സേനാധിപൻ K പ്രഭാകരൻ പിള്ള, ജോസ് വിമൽ രാജ്, R രവീന്ദ്രൻ, ഷാജി S പള്ളിപ്പാടൻ, R ജയകുമാർ, I ഷിഹാബ്, ബീനാദയൻ, അനിൽകുമാർ, സാജുമോൻ, KR രവി, അരവിന്ദൻ പിള്ള, മീനാക്ഷി, ബേബി മഞ്ജു, അപർണ, സ്മിത, സിന്ധു, സീതാലക്ഷ്മി, BK വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.